ഇപ്പൊ ഞാൻ ജില്ലാ ഹെഡായിട്ടിരിക്കുന്ന സ്ഥലത്തിലാണെങ്കിൽ വലിയ ഓണാഘോഷമാണ് നടത്തുന്നത്. അത്രത്തോളം കാണും. ഒരു 1000 പേരെങ്കിലും അതിനകത്ത് കാണും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണും. അത് വലിയ നല്ല ഒരു 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 മേളമാണ് ഉള്ളത് കേട്ടോ. നമുക്ക് ഈ മഹാബലി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ ഐതിഹ്യം എന്ന് പറയാൻ പോയാൽ പോലും അത് കേസാവും. അത് ആ രീതിയിലേക്ക് പോയി. മഹാവിഷ്ണുവിനെ, വാമനായിട്ട് വന്ന വിഷ്ണുവിനെ അത് ആക്ഷേപിച്ചു എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് എടുക്കുന്ന ആളുകൾ പോലെ ആയിപ്പോയി. ഓണം എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ആഗോള അടിസ്ഥാനത്തിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഓണം ആഘോഷിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, അവർ മാവേലിയുടെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്ന പടമൊക്കെ അയച്ചു തന്നു. അവർ അവിടെ ഒരു 40 പേര് മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഒത്തുകൂടി വലിയ ഓണസദ്യയൊക്കെ നടത്തി, ഓണാഘോഷം തന്നെ ഒരു ദിവസം മുഴുവൻ അങ്ങ് നടത്തി. അതാ ഞാൻ പറഞ്ഞ, അതുകൊണ്ട് ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇതുണ്ട്. ഞാനും പല രാജ്യങ്ങളിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഇടയുണ്ടായിട്ടുണ്ട് എനിക്ക്. പല അറബ് നാടുകളിലും അവിടെയൊക്കെ ഈ ഓണാഘോഷത്തിന് ഒരുപാട് പോയിട്ടുണ്ട്. ഒരുപാട് ഇപ്രാവശ്യം തന്നെ ദുബായിൽ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അവിടെ അവർ വയനാട് ദുരന്തം അത് കഴിഞ്ഞതിന് ശേഷം അവരത് ഡ്രോപ്പ് ചെയ്യാനുണ്ടായത്. അതുകൊണ്ട് ഈ വർഷം വേണ്ട, അടുത്ത വർഷം മതി എന്ന് അവർ തീരുമാനിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇത് എവിടെയൊക്കെ ഉണ്ടോ ആളുകൾ, മലയാളികളുണ്ടോ, ഈ ഓണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വികാരം തന്നെ. ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓണം എന്ന് പറയുന്നത് അതൊന്നും ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. അത് അത്രത്തോളം വലിയൊരു ആഘോഷമാണ്. ഇന്ന് അതൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇളക്കെ ഈ ഒരു ഒരു നഗരത്തിൻ്റെ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞപ്പോൾ, നാഗരികത കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൊക്കെയുള്ള താല്പര്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ തെക്കോട്ടുള്ള സദ്യയും വടക്കോട്ടുള്ള സദ്യയും തമ്മിൽ, കാരണം ഞങ്ങളവിടെ തെക്കോട്ട് യഥാർത്ഥത്തിൽ ശരിയായ സദ്യ തെക്കോട്ടുള്ളതാണ്. അതിന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഊണിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നന്നായിട്ടറിയാം. അത് ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിലത് ചെയ്യാറുണ്ട് കറക്റ്റായിട്ട്. പക്ഷെ വേറൊരു സദ്യ നമ്മൾ ഇവിടെ ഇടുന്നെങ്കിലും സദ്യ കഴിക്കാൻ പോയാൽ അതൊരു സദ്യയാണെന്നുള്ളൊരു തോന്നൽ വരാറില്ല. ആ രീതിയിലുള്ളതാണ്. പക്ഷേ അതിവിടെ അത് മതി എന്നുള്ളതാണ്. ഞാൻ സർവീസിലായിരിക്കുമ്പോൾ, ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോഴും അതുപോലെ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോഴും ഈ സ്റ്റാഫ് അവർ നടത്തുന്ന വലിയ ഓണാഘോഷം നടത്തും എവിടെയായാലും. ഇപ്പം ഞാൻ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുന്ന സ്ഥലത്തിലാണെങ്കിൽ വലിയ ഓണാഘോഷമാണ് നടത്തുന്നത്. അത്രത്തോളം കാണും. ഒരു 1000 പേരെങ്കിലും അതിനകത്ത് കാണും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണും. അത് വലിയ നല്ല ഒരു 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 മേളമാണ് ഉള്ളത് കേട്ടോ. കലാപരിപാടികളും ഒക്കെ ഉണ്ട്, അതുപോലെ നല്ല സദ്യയും ഒക്കെ ഉണ്ട്. വളരെ നല്ല ഒരു രീതിയിൽ അവർ അത്ര ഒരു അടുപ്പം ഈ ആളുകൾ തമ്മിലുണ്ടാകും. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. ഈ ആഘോഷം ഓരോന്ന് വരുമ്പോഴും ഭിന്നിക്കാനല്ല നോക്കേണ്ടത്, നേരെ മറിച്ച് അടുക്കാനാണ്. ആളുകൾ തമ്മിലുള്ള ഈ ഒരു അടുപ്പം അത് കൂടുകയാണ്, ഒന്ന് ചേർത്ത് പിടിക്കുക, അതാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. ഹൈക്കോടതിയിലായാലും സ്റ്റാഫ് നടത്തുന്ന സദ്യ എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതിന് ഊണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 11 മണിക്ക് ഊണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 4 മണി വരെ ഊണാണ്. കാര്യം അത് അത്രയും സെക്ഷനായിട്ട് ഇരുത്തി ഊണ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിക്കാറുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ വലിയവനും ചെറിയവനും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഓണത്തിനില്ല. പിന്നെ ഈ ഓണക്കാലത്ത് മാത്രം എന്തിനാവണം ഈ ബന്ധം എന്നും ഇതായിക്കൂടെ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ വലിയവനും ചെറിയവനും തമ്മിലുള്ള ആ അന്തരം എന്ന് പറയുന്നത് അത് ഇല്ലാതാകുന്നത് ഓണക്കാലത്ത് മാത്രം എന്തിന്? എന്നും നമുക്കിതുണ്ടെങ്കിൽ നമ്മുടെ നാട് എത്രയോ നല്ലതായിരിക്കും. പരസ്പരമുള്ള ആ സാഹോദര്യ ബന്ധം, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ബന്ധം, കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം, അതല്ലേ നമുക്ക് വേണ്ടത്. എന്നും അങ്ങനെ ആയിരിക്കാം. ഈ ഓണം എന്ന് പറയുന്നത് ഒരു സമ്പൽ സമൃദ്ധിയെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണെങ്കിൽ പോലും ദാരിദ്ര്യത്തെ, ഒരു കാലത്ത് ആ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലം, ആ കാലത്ത് ഈ ഓണാഘോഷം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ വയറ് നിറച്ച് പലരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ട്. പട്ടിണിയാണ് അതുവരെ പലപ്പോഴും. പക്ഷേ അവർ മുണ്ടും മുറുക്കി കൊടുത്തും എങ്ങനെയൊക്കെ ആയാലും ശരി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഈ ഓണം അങ്ങ് ആഘോഷിക്കും. അത് നിർബന്ധമാണ്. കാരണം അതൊരു സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലമായിട്ട് നമ്മൾ കാണാം. പക്ഷെ ഇന്ന് നമുക്ക് ഈ മഹാബലി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ ഐതിഹ്യം എന്ന് പറയാൻ പോയാൽ പോലും അത് കേസാവും. അത് ആ രീതിയിലേക്ക് പോയി. മഹാവിഷ്ണുവിനെ, വാമനായിട്ട് വന്ന വിഷ്ണുവിനെ അത് ആക്ഷേപിച്ചു എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് എടുക്കുന്ന ആളുകൾ പോലെ ആയിപ്പോയി.
ആ രീതിയിൽ പോലും ആയിപ്പോയി. ഇതിന്റെ ഐതിഹ്യം പോലും പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാലം. ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ സംബന്ധിച്ചിടത്തോളം പണ്ടിത് വിളവെടുപ്പിന്റെ കാലമാണ്. നിറപുത്തരി ആദ്യം കൊണ്ടുവന്ന് നിറയ്ക്കും. അത് കഴിഞ്ഞാണ് പുത്തരിയൊക്കെ ഊണ് അതൊക്കെ ഉണ്ട്. അതുമെല്ലാം കഴിഞ്ഞാണ് ഈ ഓണം അങ്ങോട്ട് വരുന്നത്. വിളവെടുപ്പിന്റെ ഒരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലല്ലോ. നമുക്ക് അതുകൊണ്ട് വിളവെടുപ്പ് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ മാവേലി സ്റ്റോറുകളിൽ ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റോറിൽ പോയി നിൽക്കുക, ഇതൊക്കെയാണ്. സപ്ലൈകോയിൽ പോയി നിൽക്കുക, ഒന്നുമില്ലാത്ത ശൂന്യമായ സപ്ലൈകോ കണ്ടുകൊണ്ട് നിൽക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഓണം. പിന്നെ നമ്മുടെ മന്ത്രി, ബഹുമാന്യനായ ഒരു മന്ത്രി പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കിട്ടും. പിന്നെ എന്തിനാ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ എന്ന് ചോദിച്ചില്ലേ? ഇവിടെ എന്തിനാ അരി, തമിഴ്നാട്ടിൽ നിന്ന് അരി വരത്തില്ലേ? ശരിയാണ്, എല്ലാം വരും. അങ്ങനെ വരട്ടെ. നമുക്ക് ഓണം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. അടിച്ചു പൊളിക്കുന്ന ഓണം ആയിക്കോട്ടെ, നല്ലതാവട്ടെ കേട്ടോ. പക്ഷേ അതിനിടയിൽ ആ സങ്കടം നമ്മളൊന്ന് ഓർക്കണം. ആ സങ്കടം ഒരു ഭാഗം നമ്മുടെ മനസ്സിൻ്റെ ഈ സമൃദ്ധിയുടെ ഈ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം ആ വയനാട് ദുരന്തത്തിലുള്ള പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കണം.